ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിലെ ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം പോലെ പ്രധാനമാണ് പ്രഭാത പൂജയും നാമജപവും. ഭഗവാന്റെ മുൻപിൽ നമുക്ക് ഒരു നെയ്വിളക്ക് സമർപ്പിച്ചിട്ട് 3 തവണ മംഗളാരതി ഒഴിഞ്ഞതിന് ശേഷം മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ച ശേഷം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും വിഷ്ണു ഗായത്രി ജപിക്കണം. 108 തവണ ജപിക്കാൻ സമയമുള്ളവരെ അങ്ങനെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു വേണം വിഷ്ണു ഗായത്രി ജപിക്കാൻ. രാത്രിയിലെ ജപിക്കാനായിട്ട് പാടില്ല. ശേഷം നമുക്ക് മഹാവിഷ്ണു ഗായത്രി മന്ത്രം ഇങ്ങനെയാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശേഷം നമുക്ക് വിഷ്ണു പ്രീതികരമായ മറ്റ് മന്ത്രങ്ങൾ ഭക്തിയോടെ ജപിച്ച് ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നീട് നമുക്ക് ചൊല്ലേണ്ട മന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം. ഓം നമോ നാരായണായ. ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതൊരു 108 തവണ ജപിക്കണം. കൂടാതെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഇതൊക്കെ വായിക്കുന്നത് അഭീഷ്ടസിദ്ധിയാണ് പറയുന്നത്. കൂടാതെ വിഷ്ണു സഹസ്രനാമം വായിക്കുക. വിഷ്ണു സഹസ്രനാമം മുഴുവനായിട്ട് വായിക്കാനായിട്ട് സമയമില്ലാത്തവർ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ ശ്രീരാമനാമവരാനന ഓം നമ ഇതി എന്ന് ഒരു 3 തവണ ജപിക്കുക. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിൻ്റെ തുല്യമായ ഫലമാണ് ലഭിക്കുന്നത്. പിന്നീട് ചെയ്യേണ്ടത് ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ ജപിക്കുക. ദ്വാദശനാമങ്ങൾ ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ദ്വാദശനാമങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ ഗ്രഹപീഡാ ദോഷങ്ങൾ അകലുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വേണം ദ്വാദശനാമങ്ങൾ ജപിക്കാനായിട്ട്. ദ്വാദശനാമങ്ങൾ 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും 12 തവണയെങ്കിലും ഈ നാമം ജപിക്കണം. ഈ നാമം ഇങ്ങനെയാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇത് രാവിലെയും വൈകിട്ടും 12 തവണ ജപിക്കുക. പിന്നീട് ജപിക്കേണ്ട മന്ത്രമാണ് കലിദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് സമയമുള്ളവർ 108 തവണ ജപിക്കുക. അല്ലാത്തവർ 9 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഭഗവാന് ഒരുപാട് നാമങ്ങളുണ്ടെങ്കിലും പ്രധാനമായും 28 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ 28 നാമങ്ങൾ ജപിക്കുക. മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമൻ നാരായണ ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപതോ നാസ്തി പാതകം. ഈ നാമങ്ങൾ 28 നാമങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് അകാരണ ഭയവും ദുരിതമോചനത്തിനും വേണ്ടിയിട്ട് നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ രാവിലെ ഒരുപാട് സമയം പൂജാ റൂമിൽ നമുക്ക് ചിലവഴിക്കാനാവില്ല അല്ലേ. ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടാവാം, വീട്ടിൽ നമുക്ക് ജോലികളുണ്ടാവാം. അപ്പോൾ ഇത്രയെങ്കിലും നെയ്വിളക്ക് ഭഗവാനെ സമർപ്പിച്ചിട്ട് ഇത്രയെങ്കിലും നാമങ്ങൾ ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. നമുക്ക് കൂടി പുണ്യം ലഭിക്കും. വളരെ ശ്രേഷ്ഠമാണ് ഇത്രയും നാമങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ നമസ്കരിക്കുക ഭഗവാനെ. അപ്പോൾ വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയമൊക്കെ ആ രാവിലത്തെ സമയം നമുക്ക് വായിക്കാനായിട്ട്
ടൈം ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ജോലികളെല്ലാം തീർത്ത് നമുക്ക് ഇതെല്ലാം പാരായണം ചെയ്യാം. പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് ഇതൊന്നും സാധ്യമല്ല. രാത്രി വന്നിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത്രയെങ്കിലും ചെയ്താലും നമുക്ക് ഈ വൈശാഖ മാസത്തിൻ്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കും. മാത്രമല്ല, നമ്മൾ ഉണർന്നതിന് ശേഷം എപ്പോഴും ഒന്നുകിൽ നാരായണ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ശ്രീരാധേ ശ്രീരാധേ എന്ന് എപ്പോഴും ജപിച്ച് നടക്കുകയോ വേണം. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ശ്രീരാധാ സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. സമയമുള്ളവർ ശ്രീരാധാ സഹസ്രനാമം ജപിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വൈശാഖ മാസം ഭഗവാനോട് ചേർന്നിരുന്ന നാമങ്ങളൊക്കെ ജപിച്ച് ആചരിക്കാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.